ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കിക്ക് ആൻഡ് സ്ട്രൈക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ. യു ക്യാൻ സീ ദിസ് ബാഗ്, ദിസ് മിലിറ്ററി ബാഗ്. ഓക്കെ, സോ മറ്റൊന്നല്ല ഗൈസ്, ഇന്ന് എൻ്റെ ബാഗിനകത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ പുതിയൊരു ബാഗ് വാങ്ങി. അപ്പം ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് മാറ്റണം. അപ്പം മാറ്റുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് സാധാരണ ഞാൻ എൻ്റെ കരാട്ടെ ക്ലാസ്സിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ്. ഓക്കെ, എനിക്ക് ഈ മിലിറ്ററി അങ്ങനെയുള്ള മിലിറ്ററിക്കാരെ ഭയങ്കര എനിക്ക് പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം ആദ്യം. അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാനിതെടുത്തതാണ് ഈ ഈ ഈ ഡിസൈനിലുള്ള ഒരു ബാഗ്. ഓക്കെ, പക്ഷെ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന അഡിഡാസിൻ്റെ ഒരു ബാഗ് വാങ്ങി. സോ ഇത് ഞാൻ വാങ്ങിയത് ഡെക്കാത്തലോണിൽ നിന്ന്. ഇതാകുമ്പോൾ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് ഇങ്ങനെ തൂക്കി പിടിക്കും. ആദ്യം നമുക്ക് ഇതിനകത്തിൽ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ ഫ്രണ്ടിൽ തോറയെന്ന് തുടങ്ങാം. ഓക്കെ, ഒരു ചെറിയ ബുക്കുണ്ട്. ഇതിനകത്തിൽ നമ്മൾ കുട്ടികൾ ഫീസ് തരുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഞാൻ എഴുതി വെക്കും. ഓക്കെ, പിന്നെ ജിങ്കലല്ല, ഇത് കണ്ട നമ്മുടെ JKMOയുടെ ഈ പ്രാവശ്യത്തെ ഇതാണ് മാഗസിനാണ് JKMO. and there is something very special in the third page of this. JKMO UK. സി ആരൊക്കെയാണ് നിൽക്കുന്നുണ്ട്? ഞാനുണ്ട്, സെൻസായി, മാക്സ് ജോസഫ് ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, നമ്മൾ ടൂർണമെൻറ്റിന് പോയ പിക്ചറുണ്ട്. സോ ഇത് JKMOയുടെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള അവരുടെയൊക്കെ സ്റ്റുഡൻസിൻ്റെയും സെൻസൈമാരുടെയും ഒക്കെ ഫോട്ടോസും അവരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരിതാണ്. ഈ വർഷത്തെ ആണ്. സോ യു ക്യാൻ സീ സിൻസ് 1975. സോ ഇതുണ്ട്. പിന്നെ ഇത് അറ്റൻഡൻസ് രജിസ്റ്ററാണ്. ഇത് ഫ്രൈഡേ ബാച്ചിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്ററാണ്. പിന്നെ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ സൺഡേ ബാച്ചിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ. ഇതിനകത്തിൽ ഇങ്ങനെ കുറച്ച് പേപ്പറുകളൊക്കെ ഇരിക്കുന്നത് ഇത് നമ്മുടെ സിലബസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ. ഓക്കെ, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ ഗ്രേഡിങ്ങിൻ്റെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും. അപ്പോൾ അതിനകത്തിൽ എനിക്ക് വേറെ കുറച്ച് പൗണ്ട്സ് കിടപ്പുണ്ട്. 1 pound. 1 poundൻ്റെ കൂടെ ഒരു 1 റിയാലും കിട്ടും. അതുകൊണ്ട് 1 റിയാൽ ലുക്സ് ജസ്റ്റ് ലൈക്ക് 1 pound. സി 1 റിയാൽ. ഇത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് യാതൊരു വിവരവുമില്ല. 1 റിയാൽ. സി ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് ലൈക്ക് 1 pound. എന്നാൽ നമുക്ക് ഇനി ഈ സൈഡിലത്തെ ഉറയിൽ കേട്ടോ. സൈഡിലത്തെ ഉറയിൽ ജിങ്കാല എന്തൊക്കെയാണുള്ളത്? ഓക്കെ, കത്തിയുണ്ട്. ഇതൊരു ഫേക്ക് കത്തിയാണ്. ഇത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് കുഡ് ഹേർട്ട്, ബട്ട് ഇത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ്. അപ്പം ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇതിനകത്തിൽ അത്യാവശ്യം ബാൻഡേഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ ഒരു വിസിലുണ്ട്, കുറേ ബാൻഡേഡ്സ് ഉണ്ട്, ഗോസ് ഉണ്ട്, പ്ലാസ്റ്റർ ഉണ്ട്, സിസേഴ്സ് ഉണ്ട്. there is a scissor. പിന്നെ there's a compass. എമർജൻസി റെയിൻ കോട്ട് വരെ ഉണ്ട്. ഗ്ലൗസ് ഉണ്ട്, എമർജൻസി വിസിലുണ്ട്. ഇത് മറ്റേ റെസ്ക്യൂ ആ സെറ്റപ്പ്.
അതിന് വേണ്ടിയിട്ടുള്ള കോമ്പസ് ഉണ്ട്. യു ക്യാൻ സി എ കോമ്പസ്. കമ്പസ്. ഓക്കെ, അതങ്ങോട്ട് പോട്ടെ. ഇന്നത്തെ വേറെ എന്തെങ്കിലും ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ ഇതുവരെ നമ്മുടെ ഫ്ലയേഴ്സ് കുറച്ച് സൈഡിൽ ഇതുണ്ട്. നമ്മുടെ ഫ്ലയറുകളുണ്ട്. അത്യാവശ്യം പെട്ടെന്ന് ആരെങ്കിലും കാണുമ്പോൾ കൊടുക്കണം. പിന്നെ ഇത് ഫ്രീ സ്പ്രേ, കാലിനൊക്കെ ആരെന്ത് സ്പ്രേനകത്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റ്, സ്പ്രെയിൻ, ബ്രൂയിസസ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് പഫ്, ആസ്ത്മ പഫ്. ഇത് സാൽബിറ്റമോൾ പഫ്. മൂത്താൾക്ക് മൈൽഡ് ആസ്മ ഉണ്ട്. അപ്പം ചിലപ്പം ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് വേണ്ടി വന്നാലോ എന്നുള്ള രീതിയിൽ. ഇറ്റ്സ് നോട്ട് ഫോർ എനി വൺ എൽസ്, ഇറ്റ്സ് ഫോർ മൈ ഡോട്ടർ. സോ ആ സൈഡിലുള്ള 2 ഉറകളും കഴിഞ്ഞു. ഈ ഉറയും കഴിഞ്ഞു. ഇനി ഇവിടെ ചെറിയൊരു ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഒരെണ്ണം. ഇതിനകത്തിൽ ഒരു പേപ്പർ ഗ്ലൂ ഉണ്ട്, ഗ്ലൂ സ്റ്റിക്ക് ഉണ്ട്, ഒരു പേനയുണ്ട്, പിന്നെ ഒരു ബാറ്ററി. ഇതെല്ലാം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അതൊന്നും കാണുന്നില്ല. ബാറ്ററി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ can you see the JBL box there? JBL box there. സോ അതിൻ്റെ കൂടെ ഒരു മൈക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ ക്ലാസ് പോകുമ്പോൾ നമ്മൾ സെമിനാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ബോക്സ്, അത് JBLൻ്റെ ബോക്സും കൊണ്ടുപോകും, മൈക്കും കൊണ്ടുപോകും. അപ്പം മൈക്കിനകത്തിലുള്ള ഇടാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതെല്ലാം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഓക്കെ, സോ ഇതിനകത്തിൽ നമുക്ക് 2 പൗണ്ട് കിട്ടും. അപ്പോൾ അതാ അവിടെ. സോ ഇനിയും ഇതിൻ്റെ സൈഡിൽ വേറെ ഒരു റെഗുലുണ്ട്. ഇത് ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് കമ്പാർട്ട്മെൻറ്റ്സ്. വീണ്ടും പെൻ 2 പെൻ. ഇത് നമുക്ക് സർട്ടിഫിക്കറ്റ്സിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ വികട്ടെ ടേപ്പ്, മെഷറിങ് ടേപ്പ്. ഇത് കുട്ടികൾക്ക് യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നത്. ന്യൂ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിത്. ഓക്കെ, പിന്നെ ഇതിനെ കുറച്ച് വൈറ്റ് ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള മാർക്കേഴ്സ് ഉണ്ട്. ഒരാൾ എൻ്റെ ഫ്രെയിമിലോട്ട് കയറാനായിട്ട് വന്നു, അത് ഓടിച്ചതാണ്. അപ്പോൾ ഇതും നമ്മൾ സെമിനാർ അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വൈറ്റ് ബോർഡിൽ നമ്മൾ ഓരോന്നൊക്കെ എഴുതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ടൈമറുണ്ട്. നമ്മളിപ്പോൾ എക്സർസൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ വിസിലുണ്ട്. ഇത് ചില സമയത്ത് കുട്ടികൾ നമ്മൾ ബ്രേക്കൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ അവർ തിരിച്ചു വരാനായിട്ട് താമസിക്കും. പിന്നെ ഒരു സിസേഴ്സ് ഉണ്ട്. അത് സിസേഴ്സ് ഞാൻ മെയിൻലി എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ യൂണിഫോമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിനകത്തിൽ ചില ടാഗ്സൊക്കെ മുറിക്കാൻ വലിയ പാടാണ്. സോ അങ്ങനെ എടുത്തിട്ടാണ്. പിന്നെ വീണ്ടും ഒരു പേന, പിന്നെയും പേന. ഇനി ഇതുണ്ട് കരാട്ടയുടെ ഇതുള്ള ഒരു പേന, കരാട്ടയുടെ ഇതൊക്കെ. ഇത് ഞാൻ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. പിന്നെ ഒരു കാറുണ്ട്. ഈ കാറ് ആരുടെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ക്ലാസ്സിൽ വന്ന ഏതൊരു കുട്ടിയുടെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു 2 പൗണ്ട് കഴിപ്പുണ്ട് ഇവിടെ, 1 പൗണ്ട്. പിന്നെ കുറച്ച് മുട്ടായി ഉണ്ട്. 1 കാത്തു. ഇതാ എനിക്ക് നമ്മുടെ ജോർജിയ തന്നത്. Yeah. Because it was your birthday? I think so. പിന്നെ ഒരു ഗ്ലൂ ടാഗ് ഉണ്ട്. ഇത് നമ്മൾ നമ്മുടെ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമൊക്കെ അവിടെ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു ബാനറിലുണ്ടായിരുന്നായിരുന്നു.
അവിടെ പോയി. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണലായിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ക്ലിയറായി. ഇനി അകത്തെന്തൊക്കെയാണെന്ന് ഓക്കെ. ഇത് കുറച്ച് ബെൽറ്റുകളുണ്ട്. അപ്പോൾ ഇനിയിപ്പം ബെൽറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ബെൽറ്റ് ഉണ്ട്. വാട്ടർ ബോട്ടിൽ, പിന്നെ ഇത് ഒരു ട്രൈപോഡ് കം extension come yeah in case if I want to make a video. ഇത് ലാഡർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം. ഞാൻ വേറൊരു ബാഗിലുണ്ടെന്ന് പറഞ്ഞു, അതിനകത്തിൽ തികഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് this one ladder. Kind of like a ladder. You can say it's a ladder. Yeah, it's a ladder. Do you use it for climbing? We cannot use it for climbing though. So it's technically not a ladder. What it is? പിന്നെ എൻ്റെ ഒരു ടീഷർട്ട് ഇതിനകത്തിട്ടുണ്ട്. കിക്ക് ആൻഡ് സ്ട്രൈക്ക്. സോ ഇതിനകത്തിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഇവിടുന്ന് ഇതിനകത്ത് ഇവിടുന്ന് ക്ലാസ്സിൽ പോകുന്നത് മിക്കവാറും ഞാൻ യൂണിഫോം ഇവിടുന്ന് ഇട്ടിട്ടായിരിക്കും. അപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ, കടയിലോ വല്ലതും പോകുമല്ലോ വേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും എടുത്തിട്ട് ഇതിനകത്തിട്ടോ. പിന്നെ ഓഫ് കോഴ്സ് മൈ ബെൽറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു ടേപ്പുണ്ട്. ഇത് നമ്മൾ ലാഡർ ചിലപ്പം താഴെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിള്ളേർ അത് ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ ഒരു വൈറ്റ് ബെൽറ്റ് ഉണ്ട്. ഇത് നമ്മൾ എന്തെങ്കിലും ബെൽറ്റൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ എക്സർസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ടാഗുണ്ട്. നമുക്ക് യൂണിഫോം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ വരുന്നത്. So this is what I have in my bag. So I'm going to put all these things into my new bag. Yeah. A new one. Oh, I am excited to use this new bag. പക്ഷേ മറ്റേ ബാഗിലുണ്ടായിരുന്ന അത്രയും കമ്പാർട്ട്മെൻറ്റ്സ് ഇതിനകത്തില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. സോ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിനകത്തേക്ക് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളെല്ലാം ഇവിടെ ഇതിനകത്തോട്ട് കയറാം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് ഇവിടെ ഇതിനകത്ത് വിസിബിളായിട്ടുള്ള അവിടെ ഇട്ടത്. ഇത് പിന്നെ ബാക്കിയുള്ള ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് ഈ സൈഡിൽ കയറിയിട്ട് മാർക്കർ, പെൻസ് ഞങ്ങൾക്ക് സൈഡിൽ കയറുള്ളത്. നമ്മുടെ ടൈമർ, കത്രിക, കത്തി, വിസിൽ. ഇനി ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കൂടെ എങ്ങനെ പിടിച്ച് തപ്പിയെടുക്കുന്നതാണ്. ഇന്ന് നമ്മുടെ കഫ്. Can you please give one in the drawer in the medical box? Tape, battery, pen, spray. അത് അവിടെ ഇതിനകത്ത് മറ്റേതിനകത്തിൽ മറ്റേ ബാഗായിരുന്നു. ഇത് 3 എണ്ണത്തിനകത്തായിരുന്നു. അതൊക്കെ അതവിടെ. ഇതിനകത്ത് നമ്മുടെ ബെൽറ്റും കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബെൽറ്റ്, എൻ്റെ ടീഷർട്ട്, ദെൻ നമ്മുടെ
attendance register. Comic. Something like a comic. It's not a comic. I don't know what it is. Yeah. What is it? A magazine. Yeah. പിന്നെ നമ്മുടെ വാട്ടർ ബോട്ടിൽ. He had a water bottle. Yes. Then he bought a new one. Yeah. Can I have the whistle? Why you want the whistle? I don't know. Okay. Is it heavy? Not that heavy, but it's heavy. So, yeah. Yeah. Have you Cool. put anything in there? ഇതിനെ നമുക്ക് തോളത്ത് വിടാം. Yeah, I was wondering what that was. തോളത്തില്ല, ഇങ്ങനെ ഇച്ചിട്ടുണ്ട് പോവാം. Okay. All right. That was my bag, My new bag. my old bag and my new bag. Okay, so ഇത്രേ ഉള്ളൂ. നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഡോജോയ്ക്കകത്തുള്ള സാധനങ്ങളുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അത് ചെയ്തില്ല. I will be doing it soon. Okay? Someday. Yeah, soon. Yeah. Okay. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. Have a wonderful day. Keep working out. Bye bye. See you. Bye bye.